മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേൽ അമ്മിഞ്ഞ പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നു ഒന്നാമതായി. വള്ളത്തോൾ നാരായണ മേനോന്റെ എൻ്റെ ഭാഷ എന്ന കവിതയിലെ ചില വരികളാണിവ. അമ്മ എന്ന വാക്ക് എപ്പോഴും അത്ഭുതമാണ്, വിസ്മയമാണ്, പ്രചോദനമാണ്. ക്രൈസ്തവ പശ്ചാത്തലമനുസരിച്ച് അമ്മ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന മുഖം യേശു തമ്പുരാനെ ഉദരത്തിൽ വഹിച്ച കന്യക മറിയാമ്മയുടെ മുഖമാണ്. ഈ ശൂനോയ നോയമ്പിൽ ക്രൈസിസ് മാനേജ്മെന്റ് അഥവാ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണമെന്ന വിഷയം ആസ്പദമാക്കി ചില കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ എത്ര മനോഹരമായിട്ടാണ് മാതാവ് തൻ്റെ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്തത്. ഒന്നാമതായിട്ട്, യേശു തമ്പുരാനെ ഉദരത്തിൽ വഹിച്ച സമയത്ത് എന്തുമാത്രം യാതനകളും വേദനകളും സഹിച്ചാണ് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ തൻ്റെ കുഞ്ഞിന് പിറവി കൊടുക്കുന്നത്. യഹൂദ പശ്ചാത്തലമനുസരിച്ച് കന്യകയായ ഒരു സ്ത്രീ ഗർഭം ധരിക്കുക എന്ന് പറയുന്നത് പാപകരമായൊരു കുറ്റമായിരുന്നു. അതിനെയെല്ലാം തന്നെത്താനെ വിനയപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി എന്തെന്ന് മനസ്സിലാക്കി തന്നെ താഴ്ത്തി ആ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്യുകയാണ് അമ്മ. രണ്ടാമതായിട്ട്, യെരുശലേം ദേവാലയം സന്ദർശിച്ച ശേഷം ആ മടങ്ങിവരവിൻ്റെ സമയത്ത് തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതിൻ്റെ ഇടയിലും ക്രിസ്തുവിനെ തേടിപ്പോകുന്ന അമ്മയുടെ ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കും. ആ പ്രതിസന്ധി ഘട്ടത്തിൽ തളർന്നു പോകാതെ, വിഷമിക്കാതെ, അതിനെ 3 തരങ്ങളിലുള്ള അന്വേഷണങ്ങളിലൂടെ തൻ്റെ കുഞ്ഞിനെ കണ്ടെത്തുകയാണ് മാതാവ്. ആദ്യമായിട്ട് തൻ്റെ ഇടയിൽ ഒരു തിരച്ചിൽ നടത്തുന്നു. പിന്നീട് ബന്ധുക്കളുടെയും ചാർച്ചക്കാരുടെയും സുഹൃത്തുക്കളുടെയും ഇടയിൽ ഒരു തിരച്ചിൽ നടത്തുന്നു. അവസാനമായിട്ട് ദേവാലയത്തിലേക്ക് ചെന്നൊരു തിരച്ചിൽ നടത്തുന്നു. അങ്ങനെ ആ ഒരു പ്രതിസന്ധി ഘട്ടത്തെ മാതാവ് തരണം ചെയ്യുകയാണ്. മൂന്നാമത്, കാനാവിലെ കല്യാണ വീട്. വളരെ സുഭിക്ഷിതമായി ഇരിക്കേണ്ട ഒരു ഭവനം ക്ഷാമത്തിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ അവരുടെ പ്രതിസന്ധി ഘട്ടത്തെ മനസ്സിലാക്കിക്കൊണ്ട് മാതാവ് പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും തൻ്റെ മകനോട് പറയുകയാണ് അവർക്ക് വേണ്ടതെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുവാൻ. അവിടെ ഒരു അനുകമ്പയുടെ ഭാവം കൂടി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നാലാമതായിട്ട്, യേശു തമ്പുരാന്റെ കുരിശുമരണ സമയത്ത് ഒരമ്മയ്ക്കും താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു തൻ്റെ മകൻ്റെ കുരിശുമരണം. അതിനെയെല്ലാം ക്രിസ്തു കൊടുത്ത ധൈര്യത്തിലൂടെയും പ്രത്യാശയിലൂടെയും ആ ഒരു പ്രതിസന്ധി ഘട്ടത്തെ മാതാവ് തരണം ചെയ്യുകയാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ഏതിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന തിരുവചനം നിങ്ങൾ ഓർത്തുകൊള്ളുകയും. ജീവിതത്തിൽ ഏതു പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും അതിനെ തരണം ചെയ്യുവാൻ മാതാവ് നമുക്ക് എന്നും ഒരു മാതൃകയായി മാറട്ടെ, ഒരു പ്രകാശമായി ശോഭിക്കട്ടെ. നന്ദി.